ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് രാജൻ കായനോസ്. ഞാൻ ഒരു സിംഗറാണ്. വലിയ സിംഗറൊന്നുമല്ല, എന്നാലും പാട്ടുപാടിയൊക്കെയാണ് ജീവിക്കുന്നത്. പിന്നെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഞാൻ കുറേ വർഷം സിനിമ സീരിയൽ ഫീൽഡിൽ അസോസിയേറ്റ് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ 10-20ഓളം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. ഒരു നോവൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പലായനം. പിന്നെ ചെറിയ കലാപരിപാടികളൊക്കെ ആയിട്ട്, ചെറിയ അഭിനയവും ഡയറക്ഷനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. എൻ്റെ മോന്, അവൻ്റെ പേര് ആസാഫ് എന്നാണ്. അവൻ നല്ലൊരു പിയാനിസ്റ്റാണ്, നന്നായിട്ട് പാട്ട് പാടും. അവനിപ്പോൾ MA ജേർണലിസം ചെയ്യുന്നു. മോള് നല്ലൊരു ഗായികയാണ്. അവൾ 2021 നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ലളിതഗാനത്തിന് അവൾക്ക് A ഗ്രേഡ് കിട്ടി. അവൾ പാടിയ അന്ന് A ഗ്രേഡ് വാങ്ങിച്ച പാട്ട് ഞാൻ എഴുതി ട്യൂൺ ചെയ്തൊരു പാട്ടാണ്. ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഇവിടുന്ന് പാടാം. നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ പാട്ടൂടെ പാടാം. കുളിർക്കാറ്റു വീശും ഒരു പുഴയോരം, കനവിലിന്നലെ എന്നെ തൊട്ടുണർത്തി. കുളിർക്കാറ്റു വീശും ഒരു പുഴയോരം, കനവിലിന്നലെ എന്നെ തൊട്ടുണർത്തി. ഓണനിലാവിൻ്റെ പാലൊളി തൂകിയ ഒരു പുഴയോരം ഞാൻ കനവിൽ കണ്ടു. ഓണനിലാവിൻ്റെ പാലൊളി തൂകിയ ഒരു പുഴയോരം ഞാൻ കനവിൽ കണ്ടു. ഒരു പുഴയോരം ഞാൻ കനവിൽ കണ്ടു. കുളിർക്കാറ്റു വീശും ഒരു പുഴയോരം, കനവിലിന്നലെ എന്നെ തൊട്ടുണർത്തി. കൺമണി പോലെ നാം കാത്തു സൂക്ഷിച്ചൊരു പാൽനുര ചിന്നിയ നദിയോരം, കൺമണി പോലെ നാം കാത്തു സൂക്ഷിച്ചൊരു പാൽനുര ചിന്നിയ നദിയോരം, അകന്നു പോയെന്നോ അകലെയായെന്നോ, അകന്നു പോയെന്നോ അകലെയായെന്നോ, അറിയാതെ നാം ഇനി കാത്തിരിപ്പൂ. കുളിർക്കാറ്റു വീശും ഒരു പുഴയോരം, കനവിലിന്നലെ എന്നെ തൊട്ടുണർത്തി. ഒരു വേള എന്നുടെ മാനസവീണയിൽ ഒരു ശോകഗാനത്തിൻ നീണം മുഴങ്ങി. ഒരു വേള എന്നുടെ മാനസവീണയിൽ ഒരു ശോകഗാനത്തിൻ നീണം മുഴങ്ങി. ഇനിയൊരു കാലവും കാണുകയില്ലേൻ, ഇനിയൊരു കാലവും കാണുകയില്ലേൻ, അന്തരംഗത്തിലെ മൈന പാടി. കുളിർക്കാറ്റു വീശും ഒരു പുഴയോരം, കനവിലിന്നലെ എന്നെ തൊട്ടുണർത്തി. ഓണനിലാവിൻ്റെ പാലൊളി തൂകിയ ഒരു പുഴയോരം ഞാൻ കനവിൽ കണ്ടു.
ഓണനിലാവിൻ്റെ പാലൊളി തൂകിയ ഒരു പുഴയോരം ഞാൻ കനവിൽ കണ്ടു. ഒരു പുഴയോരം ഞാൻ കനവിൽ കണ്ടു. കുളിർക്കാറ്റു വീശും ഒരു പുഴയോരം കനവിലിന്നലെ എന്നെ തൊട്ടുണർത്തി. ഈ പാട്ടിനാണ് അവൾക്ക് സ്റ്റേറ്റിൽ സമ്മാനം കിട്ടിയത്. മോൾ ഇതിനെക്കാട്ടി നന്നായിട്ട് പാടും. അപ്പോൾ എല്ലാവരുടെയും പ്രോത്സാഹനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.